ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ബാങ്കിങ് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ വൈശാഖ് മാധവൻ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മളുടെ ബാങ്ക് എക്സാംസ് അല്ലേ, ഈ കൊല്ലം 2024 വരുന്ന ഏതൊക്കെ അപ്കമിങ് ബാങ്ക് ആൻഡ് ഇൻഷുറൻസ് എക്സാംസ് ആണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ബാങ്കിൻ്റെയും ഇൻഷുറൻസിൻ്റെയും എക്സാംസിൻ്റെ സിലബസ് ഓൾമോസ്റ്റ് സെയിം എന്നല്ല, എല്ലാം സെയിം തന്നെയാണ്, ഫുൾ സെയിം ആണ്. ചിലതിൽ കുറച്ച് വേരിയേഷൻസ് ആയിട്ടുള്ള സിലബസിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് മാത്രം മെയിൻസിന് ഉണ്ടാവുള്ളൂ. ഫുൾ സിലബസ് സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ബാങ്കിങ്ങിനും ഇൻഷുറൻസിനും കൂടി നിങ്ങൾ ഒരൊറ്റ വട്ടം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ എക്സാംസും നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ എക്സാംസ് ആണ് ഈ 2024 നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്, ആ എക്സാംസിന് എങ്ങനെയെല്ലാം നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതിനു മുന്നേ ഈ എക്സാംസിനെല്ലാം വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരുണ്ടാവും, ഇനിയും തുടങ്ങാത്ത ആൾക്കാരുണ്ടാവും, ഇതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. ഇവർക്കെല്ലാവർക്കും വേണ്ടി എൻട്രി നടത്തുന്ന ഗോൾഡ് ബാച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ ഗോൾഡ് ബാച്ചിൽ പ്രധാനമായിട്ടും ഒരു 4 ലെവലായിട്ടാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ 4 ലെവലിൽ നിങ്ങൾക്ക് A to Z ആയിട്ടുള്ള കാര്യങ്ങൾ, പ്രിലിമിനറി എക്സാമിനേഷൻ, മെയിൻസ് എക്സാമിനേഷൻ, ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ തുടങ്ങി എല്ലാ കാര്യങ്ങൾക്കുമുള്ള ട്രെയിനിങ്, കോച്ചിങ് തരുന്നതാണ്. മെൻറ്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ടായിരിക്കും, നിങ്ങളുടെ അനാലിസിസ് ആൻഡ് പ്രോഗ്രസ് റിപ്പോർട്ട് ഉണ്ടായിരിക്കും, വീക്കർ ഏരിയകൾ കണ്ടുപിടിച്ച് അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ് ഉണ്ടായിരിക്കും. ഈ കാണുന്ന നമ്പറിലേക്ക് ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൗൺസിലിംഗ് ടീം നിങ്ങൾക്ക് വേണ്ട ഫുൾ ഡീറ്റെയിൽസും ഇൻഫർമേഷൻസും തരുന്നതായിരിക്കും. ഓക്കെ, ഞാൻ നമ്മളെ ടോപ്പിക്കിലേക്ക് കടക്കാം. എൻ്റെ ബാക്കിൽ നിങ്ങൾ കാണാൻ കഴിയാത്ത അത്ര രീതിയിലുള്ള പേരുകളുണ്ട് അല്ലേ. പ്രധാനമായിട്ടും ഏതൊരു ബാങ്ക് എക്സാമിന് പഠിക്കുന്ന കുട്ടിയും കേട്ടിട്ടുള്ള കാര്യമാണ് IBPS അല്ലേ. IBPS ഏതൊക്കെ എക്സാംസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്? ബാങ്കിങ് മേഖലയിലേക്കുള്ള എക്സാംസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്ന IBPS ആണ്. എല്ലാ കൊല്ലവും വിളിക്കുന്ന പോലെ ഇക്കൊല്ലവും വിളിക്കുന്നുണ്ട്. ആരൊക്കെയാ? IBPS PO ക്ലർക്ക് എന്തായാലും വിളിക്കുന്നുണ്ട്. ഓൾറെഡി കലണ്ടറും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം റിലീസ്ഡ് ആണ്. RRB PO, റീജിയണൽ റൂറൽ ബാങ്ക് PO, അതേപോലെ ക്ലർക്ക് എന്തായാലും ഇക്കൊല്ലം വിളിക്കുന്നുണ്ട്. SBA PO, SBA ക്ലർക്ക്. ഈ എക്സാംസ് 6 എക്സാംസ് എന്തായാലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുകൂടാതെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള എക്സാംസുകൾ കണ്ടില്ലേ, IDBIയുടെ പോസ്റ്റുകളിലേക്കുള്ള എക്സാംസ് വിളിക്കുന്നുണ്ട്. അതേപോലെ സിഡ്ബി, ബാങ്ക് ഓഫ് ഇന്ത്യ റിക്രൂട്ട്മെൻറ്റ്, സെപ്പറേറ്റ് ആയിട്ട് PO പോസ്റ്റുകളിലേക്ക് ഓരോ ബാങ്ക് വിളിക്കും. കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, അതേപോലെ ബാങ്ക് ഓഫ് ബറോഡ, അതും ഇക്കൊല്ലം നമുക്ക് പ്രതീക്ഷിക്കുന്നതാണ്. ബാങ്ക് ഓഫ് ബറോഡ BOB. ഓക്കെ, അതേപോലെ RBI അസിസ്റ്റൻറ്റ്, RBI ഗ്രേഡ് B 2024, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റും ഇക്കൊല്ലം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. എന്തായാലും വിളിക്കുന്നുള്ള കാര്യം 100% നമുക്ക് ഉറപ്പാണ്. അപ്പോൾ എത്രയ്ക്ക് എക്സാംസ് ആണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഇത് കൂടാതെ ഇനിയും ഉണ്ട് എക്സാംസ്. ഏതൊക്കെയാണ്? നമ്മൾ ഇൻഷുറൻസ് മേഖലയിലെ ഓൾമോസ്റ്റ് എല്ലാ ഇൻഷുറൻസ് കമ്പനികളും, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ്, ഓറിയൻ്റൽ, നാഷണൽ ഇൻഷുറൻസ്, ജനറൽ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആയിട്ടുള്ള LIC തുടങ്ങി എല്ലാ ഇൻഷുറൻസ് കമ്പനീസും, അതേപോലെ ESIC തുടങ്ങി എല്ലാ ഇൻഷുറൻസ് കമ്പനികളും ഇക്കൊല്ലം നോട്ടിഫിക്കേഷൻ പുറത്തുവിടുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ട് ഇക്കൊല്ലം തന്നെ അവരെല്ലാവരും എക്സാംസ് കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു ഹ്യൂജ് നമ്പർ ഓഫ് വേക്കൻസിയാണ്. നിസ്സാരമായിട്ടുള്ളൊരു വേക്കൻസി അല്ല, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ അധികം വേക്കൻസിയിലേക്കാണ് നിങ്ങൾ കോമ്പറ്റീറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോഴുള്ള ബെനിഫിറ്റ് നമുക്ക് ജോലി കിട്ടുവാനുള്ള സാധ്യതയും കൂടുതലാണ്. കൂടുതലാണ്. ഓക്കെ അല്ലേ. ഇൻഷുറൻസ് കമ്പനീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതർ എക്സാംസ് എന്ന് പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അതേപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും SEBI, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, NABARD, അതേപോലെ ഇൻഡിവിജ്വൽ ബാങ്ക്സ്, പിന്നെ നമ്മളുടെ ഈ എക്സിം ബാങ്ക് തുടങ്ങി ഒരുപാട് എക്സാംസ് ഗവൺമെൻറ്റൽ സെക്ടറിലേക്കുള്ള ഒരുപാട് എക്സാംസും ഈ കൊല്ലം വിളിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം സിലബസ് സെയിം ആയിരിക്കും ഓൾമോസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഒരൊറ്റ പഠിത്തം പഠിച്ചാൽ ഈ എക്സാമിലേക്ക് എല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് എക്സാംസ് ധൈര്യമായിട്ട് എഴുതാൻ സാധിക്കും. ഓക്കെ അല്ലേ. അത് കൂടാതെ നമ്മൾ കേട്ടിട്ടുള്ള ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, HDFC ബാങ്ക്, യെസ് ബാങ്ക്, കൊടക് മഹീന്ദ്ര ബാങ്ക് തുടങ്ങി ഒരുപാട് പ്രൈവറ്റ് ബാങ്കുകളും ഇക്കൊല്ലം വന്നിട്ടുണ്ട് റിക്രൂട്ട്മെൻറ്റ്
തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ നോട്ടിഫിക്കേഷനും ഇതിന് പിന്നാലെ വരും. നാഷണലൈസ്ഡ് ബാങ്കിന് കിട്ടുന്നതിനേക്കാൾ എളുപ്പമായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? പ്രൈവറ്റ് ബാങ്ക് ജോലി കിട്ടും. ഇപ്പോഴുള്ള പ്രൈവറ്റ് ബാങ്കുകളിലെല്ലാം കൊടുക്കപ്പെടുന്നത് വളരെ ഹൈ ആയിട്ടുള്ള സാലറി തന്നെയാണ്. അപ്പോൾ ഫെഡറൽ ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കും പോലെയുള്ള ബാങ്കുകളൊക്കെ എന്താണ്, ഓൾമോസ്റ്റ് നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ കൾച്ചർ തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത്, വർക്ക് കൾച്ചറും എല്ലാം. അപ്പോൾ അവിടെയൊക്കെ കിട്ടുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ കരിയർ ഗ്രോത്തിനും അതെല്ലാം വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ബാങ്കുകളെക്കുറിച്ചുള്ള ജസ്റ്റ് ഒരു ഡീറ്റെയിൽസ് ആണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് തന്നത്. അപ്പോൾ ഇത്രയ്ക്കും എക്സാംസ് ജസ്റ്റ് ഒരു ഐഡിയ ആണ് തന്നത്. എന്താ, ഇത്രയ്ക്കും എക്സാംസ് ആണ് നിങ്ങൾ ഇനി എഴുതാൻ പോകും. വൺസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ, സീരിയസ് ആയിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്താൽ, ഈ കൊല്ലം 2024 എന്ന ഒരു കൊല്ലം നിങ്ങളുടേതാവും. കാരണം എന്താണ്, അത്രയ്ക്കധികം റിക്രൂട്ട്മെൻ്റ് ആണ് ബാങ്കിങ് മേഖലയിൽ നടക്കാൻ പോകുന്നത്. ബാങ്കിങ് മേഖലയിൽ മാത്രമല്ല, ഇൻഷുറൻസ് മേഖലയിലും. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വേക്കൻസിയിലേക്കാണ് കോമ്പറ്റീഷൻ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇക്കൊല്ലം തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബാങ്ക് ജോലി എന്ന നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റും. അടുത്ത കൊല്ലം നിങ്ങളൊരു ബാങ്കിൽ ഒരു കസേരയിട്ട് ഇരിക്കുന്നത് സാധ്യമാവാൻ സാധിക്കും. അതിന് ചെയ്യേണ്ടത് എന്താണ്? ഹാർഡ് വർക്ക് ചെയ്യുക. ഇപ്പോഴേ തന്നെ നന്നായിട്ടിരുന്ന് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും. ഇപ്പോൾ ചിലവർക്കൊരു ധാരണയുണ്ടാവും, എനിക്ക് SSCയും എഴുതണം, ബാങ്കും എഴുതണം, എനിക്ക് റെയിൽവേ വിളിക്കുന്നുണ്ട് ഇക്കൊല്ലം, റെയിൽവേയുടെ എക്സാംസും എഴുതണം. അപ്പോൾ ഞാൻ എങ്ങനെ പഠിക്കും? ഇതിന് മൂന്നിനും കൂടി എനിക്ക് കോച്ചിങ്ങിന് പോകാൻ പറ്റുമോ? പേടിക്കണ്ട. നമ്മളുടെ പുതിയ സെൻട്രൽ ഗവൺമെൻറ് എക്സാം സ്പെഷ്യൽ ബാച്ചിൽ ഈ 3 എക്സാംസിനും വേണ്ടിയുള്ള കോച്ചിങ് ആണ് നിങ്ങൾക്ക് തരുന്നത്. SSC, റെയിൽവേ, RRB ഈ 3 ബാച്ചിനുള്ള കോച്ചിങ് ആണ് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യുന്നത്, നൽകുന്നത്. അപ്പോൾ ഈ ബാച്ച് അല്ലെങ്കിൽ ഈ ബാച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ 1 ഇയർ ബാച്ച് ആയിട്ടാണ്. 4 മാസം നിങ്ങൾക്ക് സിലബസ് ഫുൾ കവർ ചെയ്ത് തരും. നെക്സ്റ്റ് 3 മന്ത്സ് നിങ്ങളുടെ വീക്കർ ഏരിയ ഫോക്കസ് ചെയ്ത് അതിൻ്റെ സ്പീഡും ആക്യുറസിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അടുത്ത 3 മാസം ചെയ്യുന്നത്. ലാസ്റ്റ് 2 മന്ത്സ് നിങ്ങൾക്ക് ബാങ്കിങ് എക്സാംസിലെ ഹയർ ലെവൽ എക്സാംസ് ആയിട്ടുള്ള PO എക്സാംസിനൊക്കെ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ ഉണ്ട്. അതിനുള്ള ട്രെയിനിങ് ആണ് നിങ്ങൾക്ക് നൽകുന്നത്. സോ നിങ്ങൾക്ക് വിഷ്വലൈസ്ഡ് ബേസ് ആയിട്ടുള്ള ക്ലാസ് ആണ്, പ്രീമിയം ലെക്ചേഴ്സിൻ്റെ ക്ലാസ്സുകളാണ്, A to Z സ്റ്റഡി മെറ്റീരിയലും കാര്യങ്ങളും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹൈ ലെവലായിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ഇതെല്ലാം ഈ ബാച്ചിൻ്റെ എന്താണ്, ബെനിഫിറ്റുകളാണ്. ഈ പറഞ്ഞ നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ബാച്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്? ഇന്ന് ഡിസ്കസ് ചെയ്തത് ഏതൊക്കെ എക്സാംസ് വരുന്നതാണ് അല്ലേ, ഏതൊക്കെ എക്സാമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഇത്രയും നമ്പർ ഓഫ് എക്സാംസ് ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. അപ്പോൾ നമ്മൾ ഒരു എക്സാമിനല്ല പഠിക്കുന്നത്. എത്ര എക്സാമാ? 25ലേറെ എക്സാംസിനാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. അത് ആലോചിക്കുക. ഒരൊറ്റ പഠിത്തം കൊണ്ട് 25ലേറെ എക്സാംസ് നിങ്ങൾക്ക് ധൈര്യമായിട്ട്, കോൺഫിഡൻ്റ് ആയിട്ട് നെഞ്ചും വിരിച്ചു പോയി എഴുതാൻ സാധിക്കും. അങ്ങനെ പോയി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയും ലഭിക്കും. ചെയ്യേണ്ടത് ഇത്ര മാത്രം, മനസ്സറിഞ്ഞ് പഠിക്കുക അല്ലേ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്താവാൻ പറ്റുള്ളൂ, സക്സസ് ആവാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.